വയറ് കുറയ്ക്കാൻ എന്താ പോംവഴി? ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ ചോദ്യമാണ് കേട്ടോ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. മാത്രമല്ല ചില ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഒരാളെ കണ്ടു കഴിഞ്ഞ ഉടൻ കുറേ അങ്ങ് തടിച്ചു പോയല്ലോ, വയറൊക്കെ ചാടിയല്ലോ, ചുമ്മാ പറഞ്ഞു കൊടുക്കും, അവൻ്റെ ആ ദിവസം പോക്കാ. ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഒരു മറുപടിയുമായി വരികയാണ് കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കോസ്മെറ്റിക് സർജൻ ഡോക്ടർ ഹരി മേനോൻ. ഓവർ ടു ഹരി മേനോൻ. Family Doctor, supported by VPS Lakeshore. വയറ് വലിയ പ്രശ്നമാണ്, ആണുങ്ങൾക്കും ഉണ്ട്. അതിനേക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് പ്രസവശേഷം പലപ്പോഴും ഈ മാംസപേശിയുടെ ബലക്കുറവ് കാരണം ഉന്തിയ വയറായിട്ട് വരും. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ളവരും വരാറുണ്ട്. സ്ത്രീകൾക്ക് ടമ്മി ടക്ക് എന്ന് പറഞ്ഞൊരു സർജറിയാണ് ചെയ്തത്. അതിനകത്ത് ഈ ലൈപ്പോസെക്ഷൻ ചെയ്ത് ഫാറ്റ് കുറയ്ക്കും. അതുകൂടാതെ തന്നെ ലൂസായിട്ടുള്ള മസിൽ ടൈറ്റൻ ചെയ്യുക, ലൂസായിട്ടുള്ള സ്കിൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് അത് ടൈറ്റൻ ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ ചെയ്ത് അബ്ഡോമിനൽ ഷേപ്പ് കറക്ഷൻ ചെയ്യുക. അതാണ് ടമ്മി ടക്ക്. ആണുങ്ങൾക്കാണെങ്കിൽ സാധാരണ രീതിയിൽ ലൈപ്പോസെക്ഷൻ മാത്രം ചെയ്ത എക്സസ് ഫാറ്റ് മാത്രം റിമൂവ് ചെയ്യലാണ് ചെയ്യാറുള്ളത്. ചെറിയ ലൈപ്പോസെക്ഷനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റിക്കവറി ആവും, കാര്യമായിട്ടൊന്നും നോക്കാനില്ല. വലിയ ലൈപ്പോസെക്ഷൻസ് ആണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുക, മോണിറ്ററിംഗ് ഒക്കെ നോക്കി അതിൻ്റെ എല്ലാം വൈറ്റൽസ് എല്ലാം നല്ല സ്റ്റേബിളായി നടന്നൊക്കെ നോക്കി ഹെൽത്തി ആണെന്നൊക്കെയുള്ളൊരു ഫീലിംഗ്, കംഫർട്ടബിൾ ഫീലിംഗ് ആകുമ്പോൾ വീട്ടിൽ പോവാം. പോയതിന് ശേഷം നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഒരുപാട് അധ്വാനമുള്ള ജോലികൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. നോർമൽ ഫുഡ് കഴിക്കാം. പിന്നെ ഓപ്പറേഷൻ ശേഷം പലപ്പോഴും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബനിയൻ പോലത്തെ ഒരു ഇന്നർ വെസ്റ്റ് ഉണ്ടാവും, അത് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കാര്യങ്ങളാണ്. മെയിൻലി ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് പീരീഡിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്, അതെല്ലാം സാറ്റിസ്ഫാക്ടറി ആയതിനു ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പാടുള്ളൂ. Family Doctor, supported by VPS Lakeshore.